ഏലിയാവ് ദൈവം നടത്തുന്നതിനനുസരിച്ച് നടക്കുന്ന ഒരു ദൈവത്തിന്റെ അഭിഷിക്തനാണ്. ഒരിക്കൽ ദൈവം പറഞ്ഞു, ഇന്ന മനുഷ്യനെ പോയി അഭിഷേകം ചെയ്യണം. അത് എലീശയായിരുന്നു. എലീശ തൻ്റെ അപ്പനോടുകൂടെ കാളയെ പൂട്ടി ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ ഏലിയാവ് വന്ന് ഒരു പുതപ്പ് എലീശയുടെ മേലിട്ടു. ആ പുതപ്പ് ഇടുന്നതിൻ്റെ അർത്ഥം ഒരു അഭിഷേകമാണ്. ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു സിംബോളിക് ആക്ഷൻ ആയിരുന്നു അത്. പ്രവാചകൻ ഈ എലീശയെ തൻ്റെ ശിഷ്യനായിരിക്കുവാൻ തിരഞ്ഞെടുത്ത ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. ആ തിരഞ്ഞെടുപ്പ് എലീശ ഏറ്റെടുത്തു. ആ വിളിയെ എലീശ ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ വിളി, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നാം ഏറ്റെടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൽ നന്മയായിരിക്കും, അനുഗ്രഹമായിരിക്കും, വിടുതലായിരിക്കും. ദൈവത്തിൻ്റെ വിളി എലീശയുടെ മേൽ വന്നപ്പോൾ എലീശ തൻ്റെ കാളയെ വെട്ടി അതിനെ ഇറച്ചി വെച്ച് അതെല്ലാം തൻ്റെ തൊഴിലെല്ലാം മാറ്റിവെച്ച് അതെല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായും എലീയാവിനോട് കൂടെ പോകുവാൻ തക്കവണ്ണം എലീശ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു. ദൈവത്തിൻ്റെ വിളി നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിന് തടസ്സമായിരിക്കുന്ന ഏത് കാര്യമുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ദൈവത്തിനായി ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാൻ, വചനത്തെ അനുസരിക്കുവാൻ, ആരാധിക്കുവാൻ ഒരുങ്ങുന്നുവെങ്കിൽ, തയ്യാറാകുന്നുവെങ്കിൽ അത് വലിയ ദൈവമഹത്വത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും.